ലോസ്റ്റ് വാക്സ് പ്രോസസ്സ് എന്നൊരു ടെക്നിക്കുണ്ട്. അതെന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും അറിയുമോ കൂട്ടുകാർക്ക്? പറഞ്ഞു തരാം. 5000 വർഷങ്ങൾക്ക് മുൻപേ തന്നെ സിന്ധു നദീതട സംസ്കാര ജനത വെങ്കലം ഉപയോഗിച്ച് രൂപങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണിത്. അതുമാത്രമല്ല പ്രത്യേകത, ഇന്ന് ഈ നിമിഷം വരെയും നമ്മൾ വെങ്കലം യൂസ് ചെയ്ത് രൂപങ്ങൾ നിർമ്മിക്കാൻ ഈ ടെക്നിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് വളരെ അതിശയകരമായ കാര്യം. ഇതിനായി ആദ്യം നമുക്ക് ആവശ്യമുള്ള രൂപത്തിൻ്റെ മെഴുകു കൊണ്ടുള്ള ഫിഗർ നിർമ്മിക്കുക എന്നതാണ്. ഇവിടെ വാക്സ് ഉപയോഗിക്കാൻ കാരണം ഇത് കൈകാര്യം ചെയ്യാൻ വളരെ ലളിതവും ഇഷ്ടമുള്ള രൂപത്തിലേക്ക് അനായാസം രൂപമാറ്റം ചെയ്യുവാനും കഴിയുമെന്നതുകൊണ്ടാണ്. ഈ മെഴുകു രൂപത്തിൻ്റെ മുകളിലായി കളിമണ്ണ് കൊണ്ട് മൂടിയ ശേഷം ഒരു കോട്ടിങ് പോലെയാക്കി ചൂട് കൊടുത്ത് ഉറപ്പിക്കും. ചൂടേറ്റ് അതിനകത്തെ മെഴുകുരുകി ഒലിച്ച് പുറത്തു പോകാനായി ആ കളിമൺ രൂപത്തിൻ്റെ ചുവട്ടിലായി ഒരു ചെറിയ ദ്വാരവും നിർമ്മിക്കും. ചൂടേറ്റ് ഈ ദ്വാരത്തിലൂടെ മുഴുവൻ മെഴുകും ഒഴുകിപ്പോവുകയും ശേഷം ഈ ദ്വാരം അടച്ച് ശേഷിക്കുന്ന കളിമൺ രൂപത്തിൻ്റെ ഉള്ളിലേക്ക് ദ്രാവകാവസ്ഥയിലുള്ള ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലം ഒഴിക്കും. ഇത് തണുപ്പിച്ച് പുറത്തെടുക്കുമ്പോൾ മെഴുക് കൊണ്ട് നമ്മൾ ആദ്യം നിർമ്മിച്ച രൂപം അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്നു. ഇത്രയും സിസ്റ്റമാറ്റിക്കും ലോജിക്കോടും കൂടി 5000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ പൂർവികർ ചിന്തിച്ചിരുന്നു എന്നോർക്കുമ്പോൾ തന്നെ നമ്മൾ അഭിമാനം കൊള്ളേണ്ടുന്ന വസ്തുത തന്നെയാണ്. വെങ്കലം ഉപയോഗിച്ച് ഒരുപാട് രൂപങ്ങൾ ഹാരപ്പൻ ജനത അന്നേ തന്നെ നിർമ്മിച്ചിരുന്നു. ഡാൻസിംഗ് ഗേള്, ബുഫല്ലോ, ബുള്ള്, ഗോട്ടിൻ്റെ രൂപങ്ങൾ, അങ്ങനെ നിരവധി വെങ്കല ബിംബങ്ങൾ നമുക്ക് തെളിവുകളായി ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ ബുദ്ധിമാനായ നമ്മുടെ പൂർവികരുടെ ചരിത്രം നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഒട്ടും വൈകാതെ തന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.